ഹലോ കൂട്ടുകാരെ, ഇപ്പം നമുക്ക് ഡൗട്ടായിട്ട് വന്നൊരു കമൻ്റാണ്. ലൈവ് മോക്കിൽ പ്രീവിയസ് ഇയർ പേപ്പറിൻ്റെ അത്ര മാർക്ക് കിട്ടുന്നില്ല, എന്ത് ചെയ്യണം? അപ്പോൾ ഇത് ഒരാളുടെ മാത്രം ഡൗട്ടല്ല, ഒരുപാട് കുട്ടികളുടെ, പ്രത്യേകിച്ചും ഇപ്പോൾ CGL 2026 വരാൻ പോവുകയാണ്. എല്ലാവരും ലൈവ് മോക്കും കാര്യങ്ങളൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വരുന്ന മിക്കവാറും മെജോറിറ്റി കുട്ടികൾക്ക് വരുന്ന പ്രശ്നമാണ് ലൈവ് മോക്കിൽ പ്രീവിയസ് ഇയർ മോക്കിൻ്റെ അത്ര. അപ്പോൾ പ്രീവിയസ് ഇയർ മോക്കിൽ ഫുൾ മാർക്ക് കിട്ടുന്നതല്ല പറയുന്നത്. പ്രീവിയസ് ഇയർ പേപ്പറിൽ നമുക്കൊരു 20 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈവ് മോക്കിൽ അത്രയും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ്, അതിന് എങ്ങനെ മറികടക്കാം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ കൺസെപ്റ്റ് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങളുടെ കൺസെപ്റ്റ് സെറ്റ് ആവാത്തത് കൊണ്ടാണ് അതിലെ ഒന്നാമത്തെ കാരണം. അപ്പോൾ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മെയിൻലി ചെയ്യുന്നത്, നിങ്ങളെല്ലാവരും ടോപ്പേഴ്സിൻ്റെയൊക്കെ ഇൻ്റർവ്യൂ കാണുമ്പോൾ പറയുന്നത് മെയിൻലി എടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പ്രീവിയസ് ഇയർ പേപ്പർ ചെയ്യണം. ഇപ്പോൾ ചിലർ പിനാക്കിലായിരിക്കും ചെയ്യുന്നത്, ചിലർക്ക് 2 ബുക്കായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിപ്പിക്കുന്ന. മെയിൻലി ഞാൻ ഒരു കാര്യം പറയാം, ഈ ഒരു SSC എക്സാമിനുകൾ പഠിക്കുന്ന സമയത്ത്, ഇപ്പം ഞാൻ മെയിൻലി കേരളത്തിലെ കാര്യമാണ് പറയുന്നത്, പഠിപ്പിക്കുന്ന ആൾക്കാർ എന്തായിരിക്കും പഠിപ്പിക്കുന്നത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലേ. നമുക്കൊരു ചാപ്റ്റർ, ഇപ്പോൾ റേഷ്യോ എന്ന് പറയുന്നൊരു ചാപ്റ്റർ, അതിനകത്ത് നിങ്ങളൊരു 40 ക്വസ്റ്റ്യൻ എടുക്കുന്നു. അപ്പോൾ ആ 40 ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ഏത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആദ്യം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? 40 ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. മെയിൻലി എന്തായിരിക്കും? പ്രീവിയസ് ഇയർ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ പാറ്റേൺ ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി ഒരു സ്ഥലത്ത് പോയി പഠിക്കാൻ പോവുകയാണ്. അവിടെ പഠിക്കാൻ പോകുമ്പോൾ അവർ ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ, അവർക്ക് റേഷ്യോ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഫസ്റ്റ് തുടങ്ങി, അല്ലെങ്കിൽ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങി. അവിടെ ഒരു 40 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 50 ക്വസ്റ്റ്യനാണ് ചെയ്യിപ്പിക്കുന്നത്. മാക്സിമം 100 ക്വസ്റ്റ്യൻ എടുത്തെന്ന് വെച്ചു. അപ്പോൾ ഈ 100 ക്വസ്റ്റ്യനകത്ത് ഇവർ ഫോക്കസ് ചെയ്യുന്ന എന്തിനായിരിക്കും? പ്രീവിയസ് ഇയർ പാറ്റേണിലുള്ള പ്രീവിയസ് ഇയർ പേപ്പർ ആയിരിക്കും. അപ്പം അങ്ങനെ ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താ? കുട്ടികൾ മെജോറിറ്റി എക്സാം വരുന്നത് എന്തിലായിരിക്കും? പ്രീവിയസ് ഇയർ പേപ്പറെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു 100 ക്വസ്റ്റ്യൻ എക്സാമിന് വരുന്നു, 25 ക്വസ്റ്റ്യൻ മാത്സിന് വരുന്നു. അതിൽ ഒരു 12-13 ക്വസ്റ്റ്യൻ, ഇപ്പോൾ ലൈവ് മോക്ക് എടുത്താൽ പോലും 12-13 ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും പ്രീവിയസ് ഇയർ പാറ്റേൺ ബേസ്ഡ് തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് പഠിക്കാതെ, അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻസ് പോലും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അല്ലെങ്കിൽ പഠിപ്പിച്ച ക്ലാസ്സിന് നമ്മൾ കുറ്റം പറയത്തേ ഉള്ളൂ. അത് സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തേ ചെയ്യത്തുള്ളൂ, നമുക്ക് മാക്സിമം ക്ലാസ്സുകളിലും പ്രീവിയസ് ഇയർ പേപ്പർ ആയിരിക്കും ആദ്യം പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കൺസെപ്റ്റ് ക്ലിയർ ആക്കുക എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എന്താണ് പഠിക്കുന്നത്? പ്രീവിയസ് ഇയർ പേപ്പറാണ്. ഇനി പ്രാക്ടീസ് ചെയ്യുന്നത് എന്താണ്? പ്രീവിയസ് ഇയർ തന്നെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്കായിരിക്കും. ചിലപ്പോൾ പിനാക്കിളായിരിക്കാം, നമ്മുടെ കിരണായിരിക്കാം, അങ്ങനെയൊക്കെ ഉള്ളവർ. പിനാക്കിളാണ് ഞാൻ പറയുന്നത്. പിന്നെ ബാക്കിയുള്ള ഏതൊക്കെ ബുക്കാണോ അതൊക്കെ. അപ്പോൾ ഇത്രയാണ് അവർ കംപ്ലീറ്റ് ആക്കുന്നത്. പിന്നെ ടെക്സ്റ്റ് ബുക്കിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യും. ഇത് കൂടാതെ വന്നിട്ട് എന്ത് ചെയ്യും? ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടാണ് വന്ന് ലൈവ് മോക്ക് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ലൈവ് മോക്ക് സെറ്റ് ചെയ്യുന്ന ആരാ? പുതിയ ആൾക്കാരാണ്. ഈ SSCയുടെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ TCS ആയിക്കോട്ടെ, എഡ്യൂക്കേറ്റ് ആയിക്കോട്ടെ, വലിയ വ്യത്യാസമൊന്നുമില്ല മാക്സിമം. അപ്പോൾ ഈ ഒരു പാറ്റേൺ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ 2018 മുതൽ അല്ലെങ്കിൽ അതിന് മുമ്പ് മുതലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, 18 മുതൽ 26 വരെയുള്ള ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ അത് പഠിക്കുന്ന ഒരാൾക്ക് ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഉണ്ട്. എന്നാൽ ലൈവ് മോക്ക് ഇടുന്ന ആൾക്കാരെ, ഇപ്പോൾ ഒലി ബോർഡ് ആണെങ്കിലും RBE ആണെങ്കിലും വേറെ ഏതാണെങ്കിലും, അവർ സെറ്റ് ചെയ്യുന്ന കുറച്ച് ഇൻഡിവിജ്വൽ ആൾക്കാർ, ചിലപ്പോൾ ടീച്ചർമാരായിരിക്കും, ചിലപ്പോൾ ഈ ഫീൽഡിൽ കുറച്ച് നാളായിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും, മാത്സ് അറിയുന്നവരായിരിക്കും, ചിലപ്പോൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന, ബാങ്കിൻ്റെ മാത്സ് ചെയ്തവർ ഇടുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഇടുമ്പോൾ എന്തായിരിക്കും? പുതിയ പാറ്റേൺ ആയിരിക്കും, വ്യത്യാസമായിരിക്കും. അപ്പോൾ ഈ ഒരു പുതിയ പാറ്റേണിനകത്ത് മാർക്ക് കുറയാന്ന് പറയുന്നത്, ഇപ്പോൾ പ്രത്യേകിച്ച് 15 മിനിറ്റ് ടൈമറോട് വന്ന സ്ഥിതിക്ക് മാർക്ക് കുറയാന്ന് പറഞ്ഞത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇങ്ങനെ പഠിച്ച കുട്ടികൾക്ക് ഇങ്ങനെ പ്രീവിയസ് ഇയറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ് കണ്ടു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം ചെയ്തു, അങ്ങനെ ചെയ്ത് വന്നവർക്ക് എന്തായിരിക്കും? ഈ ലൈവ് മോക്കിൽ മാർക്ക് കുറയുക തന്നെ ചെയ്യും. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ ന്യൂ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്ത് ചെയ്യുന്നത്? ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ക്ലാരിറ്റി. ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ചാനലിൽ ജസ്റ്റ് ചാനൽ എടുക്കുക, കോഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ മിഷൻ 2026-27 ഇങ്ങനെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ കോഴ്സിനകത്ത് ഒരു കോഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ 324 ലെസൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനിത് നിന്ന് ഓപ്പൺ ആക്കുന്നു. ഇത് ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ എടുക്കാം, മാഗ്നമിൻ്റെ മലയാളം സെർച്ച് ചെയ്തിട്ട് കോഴ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ വരിക. എന്നിട്ട് ഇവിടെ ഈ ഒരു മാത്സ് സ്പെഷ്യൽ ബാച്ച് മിഷൻ 2026-27 എടുക്കുന്നു. അപ്പോൾ ഇതിലെ ക്ലാസ്സുകൾ നോക്കാം, 327 ക്ലാസ്. അപ്പോൾ ഇതിലെ ആദ്യത്തെ ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞതുപോലെ എന്തല്ല, വേറെ കോച്ചിങ്ങിൽ എടുക്കുന്ന ഫസ്റ്റ് ചാപ്റ്റർ അല്ല, നമ്മൾ ആദ്യത്തെ ഒരു 20 ക്ലാസ്സാണ് ചെയ്തിരിക്കുന്നത്. 20 ക്ലാസ്. ഇതെല്ലാം എന്താണ്? കൺസെപ്റ്റാണ്. ഇതൊക്കെ ഓരോ മെത്തേഡ്സ് ആണ്. ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആണെങ്കിലും ഡിവിസിബിലിറ്റി ആണെങ്കിലും ഒരാൾ എന്താണോ ഇനിഷ്യലി ചെയ്യേണ്ടത്. അതുപോലെ തന്നെ SSC GD ഒരു ക്ലാസ് ഉണ്ട് 2 മണിക്കൂറത്തെ. അത് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഞാൻ തരുന്നതാണ്. GDയുടെ ക്ലാസ് 2 മണിക്കൂറുള്ളത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കൂട്ടാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഒക്കെ ഉള്ളതാണ്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ തുടങ്ങി കൺസെപ്റ്റ് എവിടെ നിന്ന് സെറ്റ് ആക്കണം എന്ന് പറയുന്നവരോട്, ഇപ്പോൾ ഞാൻ പറഞ്ഞു പ്രീവിയസ് ഇയർ പേപ്പറാണ് നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത്, ഓഫ്ലൈനിലോ ഓൺലൈനിലോ ആയിക്കോട്ടെ, നിങ്ങളൊരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ അതിനകത്ത് നിന്ന് കൺസെപ്റ്റ് ക്ലാരിറ്റി എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ക്ലാസ് ഒന്ന് നോക്കുക.
ഈ റേഷ്യോ പ്രൊപ്പോർഷൻ തന്നെ നോക്കുക. റേഷ്യോ പ്രൊപ്പോർഷൻ 1 2 3 4 5 6 ഇങ്ങനെ. ഇതെന്തല്ല കേവലം 40 ക്വസ്റ്റ്യൻസ് അല്ല, കേവലം 100 ക്വസ്റ്റ്യൻസ് അല്ല, 150 160 170 ചിലപ്പോൾ 180 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 150 വെറൈറ്റിയാണ്. എല്ലാ ടൈപ്പും എടുത്തിട്ടുണ്ട്. ന്യൂ ടൈപ്പും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ എല്ലാം എന്താ റേഷ്യോ പ്രൊപ്പോർഷൻ്റെ ക്ലാസ് നോക്കി 41 42 പലതും, ചിലത് 48 മിനിറ്റ്, ചിലത് 20 മിനിറ്റ്, അങ്ങനെയാണ്. അങ്ങനെ റേഷ്യോ പ്രൊപ്പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടേ ഞാൻ എന്ത് ചെയ്തുള്ളൂ, അടുത്ത ചാപ്റ്ററിലോട്ട് പോകത്തുള്ളൂ. 49 മിനിറ്റ് 30 എത്ര ക്ലാസ് നിങ്ങൾക്ക് കാണാമോ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അടുത്ത ചാപ്റ്ററിലോട്ട് പോകത്തുള്ളൂ. LCM SCF അതേപോലെ. LCM SCF ഒക്കെ രണ്ടും 40 ദിവസം 50 ദിവസം പഠിപ്പിക്കുന്നിടത്ത് അത്രമാത്രം ഡീറ്റെയിൽ ആയിട്ട് കൺസെപ്റ്റ് ഇവിടെ നിങ്ങളുടെ സെറ്റ് ആവുകയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഓർഡറിൽ പെർസെൻറ്റേജ് ഒക്കെ ഈ ഒരു ലെവലിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ലൈവ് മോക്ക് ആയാലും എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ പറയുന്ന രീതിയിൽ പഠിക്കണം. ക്ലാസ്സിലുള്ള ക്വസ്റ്റ്യൻസ് ക്ലാസ് നോട്ടുള്ളത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. സമയം എടുത്ത് തന്നെ ചെയ്യേണ്ട പ്രോസസ്സാണ്. നിങ്ങൾ നോക്കുക, ഈ ക്ലാസ്സിൻ്റെ എണ്ണം തന്നെ നോക്കുക. ഇപ്പോൾ ഈ ഒരു ഹിന്ദി ചാനലിൽ നിങ്ങൾ പോകണ്ട. മിക്സർ അലിഗേഷൻ ഇതിൻ്റെയൊക്കെ കൺസെപ്റ്റാണ്. ഇത്രയും ചാപ്റ്റേഴ്സ് ഈ പെർസെൻറ്റേജ് മിക്സർ വരാകുമ്പോഴേ നിങ്ങളുടെ അരിത്തമെറ്റിക്കിൻ്റെ ബേസ് സ്ട്രോങ് ആകത്തുള്ളൂ. ഇതാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പാർട്ണർഷിപ്പ് 3 ക്ലാസ് ഉണ്ടെങ്കിൽ ആ 3 ക്ലാസ്സിൽ എല്ലാം ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഒക്കെ കൺസെപ്റ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ വേറെ എവിടെയും പോകത്തില്ല. പക്ഷെ അത് പഠിക്കണം, സമയം എടുത്ത് പഠിക്കണം. എല്ലാവർക്കും നടക്കുന്ന പരിപാടിയല്ല. സമയം കൊടുക്കണം. സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ടേ നിങ്ങൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണും. ഈ ഓർഡറിൽ തന്നെ കാണുകയും വേണം. അപ്പം നിങ്ങൾ ഈ ഒരു മാത്സ് സ്പെഷ്യൽ ബാച്ച് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങളുടെ കൺസെപ്റ്റ് പീക്കായിരിക്കും. ഇപ്പം എനിക്കൊന്ന് ലാപ്ടോപ്പിൽ ലോഡ് ആവുന്നതുകൊണ്ടാണ് ഇത്രയും ലോഡായത്. ഫോണിൽ നിങ്ങൾ യൂട്യൂബിൽ പ്ലേലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അല്ലാതെ പ്ലേലിസ്റ്റിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഫുള്ള് ലോഡാവും. ഓക്കെ, 327 ക്ലാസ് ഉണ്ട്. ഇതിൽ അരിത്തമെറ്റിക് ഇനി ടൈം ആൻഡ് ഡിസ്റ്റൻസ് കൂടെ കംപ്ലീറ്റ് ആവാനുള്ളൂ. അത് സമയം എടുത്താണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതുപോലെ ജോമെട്രി കംപ്ലീറ്റ് ആയി, മെൻസുറേഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇത്രയും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസെപ്റ്റ് എന്ന് പറയുന്ന സാധനം അത് സെറ്റ് ആവും. അതാണ് ഫസ്റ്റ് സാധനം, അൾട്ടിമേറ്റ് സൊല്യൂഷൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മുടെ കൺസെപ്റ്റ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ 40-50 ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ പാറ്റേണിൽ മാത്രം ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ആക്കുക. പറഞ്ഞ രീതിയിൽ എന്ന് പറഞ്ഞാൽ ക്ലാസ് കാണുക, ക്ലാസ് നോട്ട് സ്വന്തമായിട്ട് ചെയ്യുക, ക്ലാസ് നോട്ട് റിവൈസ് ചെയ്യുക 30 മിനിറ്റ് ഡെയിലി. ആ ക്ലാസ് നോട്ട് ആയിരിക്കണം നിങ്ങളുടെ മെയിൻ ഫോക്കസ്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ചോദിക്കും പ്രീവിയസ് ഇയർ പാറ്റേൺ മാത്രം പഠിക്കാതിരുന്നാൽ പോരെ. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. റിലയബിൾ ആയിട്ടുള്ള എന്തെങ്കിലും എടുത്ത് പഠിച്ചാൽ പോരല്ലോ. നിങ്ങൾ PSCയുടെ സിലബസ് എടുത്തിട്ട് SSCയുടെ പ്രീവിയസ് ഇയർ പേപ്പർ അല്ല എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ട് കാര്യമുണ്ടോ? ക്യാറ്റിൻ്റെ ബുക്ക് എടുത്തിട്ട് SSCയുടെ പ്രീവിയസ് ഇയർ പാറ്റേൺ അല്ല അതുകൊണ്ട് അത് പഠിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ല. നമുക്ക് SSCക്ക് വരാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ SSCക്ക് ചേഞ്ച് വന്നിട്ടുള്ള അങ്ങനെ റിലയബിൾ ആയിട്ടുള്ള എന്ത് വേണം? സോഴ്സസ് യൂസ് ചെയ്യണം. ആ റിലയബിൾ ആയിട്ടുള്ള സോഴ്സാണ് നിങ്ങൾക്ക് ഈ മാത്സ് സ്പെഷ്യൽ ബാച്ച് എന്ന് പറയുന്നത്. അത് നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ട്രോങ് ഫൗണ്ടേഷൻ അവിടെ ഉണ്ടാവും. ടൈം കൊടുക്കേണ്ട പരിപാടിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇപ്പം CGL 26 വരുവാണ്. അപ്പോൾ CGL 26 വന്നൊരു ഈ മാത്സ് സ്പെഷ്യൽ ബാച്ചിൽ ഞാൻ പറഞ്ഞു അരിത്തമെറ്റിക്കിൻ്റെ ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് കംപ്ലീറ്റ് ആവാറുണ്ട്. അത് തീരും. ജോമെട്രി മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. മെൻസുറേഷൻ റണ്ണിങ് ആണ്. അപ്പോൾ ആ ട്രിഗ്നോമെട്രി, ഓൾജിബ്ര, ബാക്കിയുള്ള തീരാത്ത ചാപ്റ്റേഴ്സ് എവിടെ ഉണ്ട്? ഞാൻ ഈ പവർ പ്ലേ ബാച്ചിലും പ്രാക്ടീസ് ബാച്ചിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലും കൺസെപ്റ്റ് പ്ലസ് പ്രാക്ടീസ് ആണ്. ഈ പ്രാക്ടീസ് ബാച്ചിൽ ഓൾജിബ്രയുടെ ഞാൻ 500 പ്ലസ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. പ്രാക്ടീസ് ബാച്ച് എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇവിടെ തന്നെ എടുത്തിട്ട് ഈ കോഴ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ വരിക. കോഴ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ വന്നിട്ട് ഇവിടെ ഇതാണ് നമ്മുടെ പ്രാക്ടീസ് ബാച്ച്, കംപ്ലീറ്റ് മാത്സ് പ്രാക്ടീസ് ബാച്ച്. ഇതിനകത്ത് ഓൾജിബ്ര വെച്ചാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ മെയിൻസിൽ ചെയ്തതാണ്. അത് ഞാൻ പേര് മാറ്റി 2026 പ്രാക്ടീസ് ബാച്ചാണ്. അപ്പോൾ അതിലെ പെർസെൻറ്റേജ് വെച്ചാണ് തുടങ്ങിയിട്ടുള്ളത്. പെർസെൻറ്റേജ് പഠിക്കുന്നവർക്ക് അങ്ങനെ പഠിക്കാം. ഓൾജിബ്ര കംപ്ലീറ്റ് ആയിട്ട് 500 ക്വസ്റ്റിന് പുറത്ത് പ്രീവിയസ് ഇയറും ഉണ്ട്, ന്യൂ ക്വസ്റ്റിനും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ പുട്ടിങ്ങും എല്ലാം ചെയ്തിട്ടുണ്ട്. അതായത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. റേഷ്യോ പ്രൊപ്പോർഷൻ എല്ലാത്തിൻ്റെയും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ട്രിഗ്നോമെട്രി അതെല്ലാം. അപ്പോൾ ആ ഒരു പ്രാക്ടീസ് ബാച്ചും ഈ പവർ പ്ലേ ബാച്ചും ഇത്രയും നിങ്ങൾ പറയുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസെപ്റ്റും സെറ്റായി, പ്രാക്ടീസും സെറ്റായി, പുതിയ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാൻ പറ്റും? അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊന്നും വെറുതെ കണ്ടാൽ പോരാ, സ്വന്തമായിട്ട് ചെയ്യണം. സമയം കൊടുക്കണം. ടൈം കൊടുക്കാതെ ഒരു രക്ഷയില്ല. അപ്പോൾ ഈ ഒരു കാര്യം, സ്പീഡും ആക്യുറസിയും കാര്യങ്ങളും എല്ലാം ഈ മാത്സ് സ്പെഷ്യൽ ബാച്ചാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ് ആക്കുന്ന ഒരാൾക്ക് പിന്നെ മാത്സിനെ പേടിക്കേണ്ടി വരത്തില്ല. അപ്പോൾ എങ്ങനെ കംപ്ലീറ്റ് ആക്കണമെന്നത് ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ലൈവ് മോക്കിലും നമ്മുടെ അല്ലാതെ പ്രീവിയസ് ഇയർ പഠിച്ചുകൊണ്ട് മാത്രം പോകുന്നത് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു സാധനത്തിൻ്റെ പ്രൈസ് ഓഫ് ഷുഗർ ഇൻക്രീസസ് ബൈ 25%. ഒരു ഫാമിലി, ക്വസ്റ്റ്യൻ ഇതാണ്, എ ഫാമിലി ഡിസൈഡ് ടു ഇൻക്രീസ് their expenditure by only 10%. Initial consumption, if their initial consumption
was 40 kilogram. What is the new consumption? What is the new consumption? അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ മാത്രം പഠിച്ച ഒരാൾക്ക് ഈ ഒരു പാറ്റേൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ഷുഗറിൻ്റെ പ്രൈസ് 25% കൂടി, അപ്പം 100 നിന്ന് 125 ഇനിഷ്യൽ കൺസപ്ഷൻ ഇത്രയാണ്. അപ്പോൾ ഈ ഒരു സാധനം ചിലപ്പോൾ അറിയത്തില്ല. ഈ ഫാമിലി ഡിസൈഡ് ടു ഇൻക്രീസ് ദർ എക്സ്പെൻഡിച്ചർ ബൈ ഓൺലി 10%. ചിലപ്പോൾ അവർക്ക് അറിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? 100 നിന്ന് 125 4 നിന്ന് 5 എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിരിക്കും. എക്സ്പെൻഡിച്ചർ പക്ഷേ ഇവിടെ കോൺസ്റ്റന്റ് അല്ല. അപ്പോൾ ചിലപ്പോൾ ഇത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു സാധനം പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റൻ ചെയ്യാൻ പറ്റത്തില്ല, കൺസെപ്റ്റ് അറിഞ്ഞിടാന്നുണ്ടെങ്കിൽ. എന്നാൽ ഇത് കറക്റ്റായിട്ട് സെറ്റായ ഒരാൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ഫാമിലി ഇതിൻ്റെ കൺസെപ്റ്റ് വെച്ചൊന്ന് ആലോചിച്ച് നോക്കേ. പ്രൈസ് ഓഫ് ഷുഗർ 25% കൂടി. ഇപ്പം നേരത്തെ 100 ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പം 125 പ്രൈസ്. ഫാമിലി എന്ത് ചെയ്തു? എക്സ്പെൻഡിച്ചർ 10%. അപ്പം നേരത്തെ കടയിൽ പോയിട്ട് 100 രൂപയ്ക്ക് വാങ്ങുന്ന സാധനത്തിന് ഒന്ന് ആലോചിച്ച് നോക്കണേ. നേരത്തെ കടയിൽ പോയി, ഇപ്പം നിങ്ങളൊന്ന് പ്രാക്ടിക്കലായിട്ട് ആലോചിക്കുക. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ് ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 100 രൂപയ്ക്ക് നേരത്തെ കിട്ടിയിരുന്ന സാധനം, അപ്പോൾ 100 രൂപയ്ക്ക് എത്ര എക്സ് കിലോ സാധനം കിട്ടുമായിരുന്നു. അപ്പോൾ ഞാൻ കടയിൽ പോയിട്ട് 100 രൂപ ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് എക്സ് കിലോ എന്ന് പറയുന്ന സാധനം കിട്ടുമായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ എത്ര കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാൽ ഇവിടെ പറയുന്നു ആ സാധനത്തിന് എന്തായി? ഇപ്പം 100ന്റെ സാധനത്തിൽ ഇപ്പം 125. അതായത് എനിക്ക് കടയിൽ പോയിട്ട് എക്സ് കിലോ സാധനം തന്നെ വേണം. വീട്ടിൽ നിന്ന് അമ്മ പറയുവാണ് എക്സ് കിലോ സാധനം തന്നെ നീ വാങ്ങിയിട്ട് വരണം. അങ്ങനെ വാങ്ങാൻ പോകുമ്പോൾ എൻ്റെ അടുത്ത് കടക്കാരൻ പറയാം, നേരത്തെ 100 രൂപ കൊണ്ടുപോയിരുന്ന ഞാൻ ഇപ്പം എനിക്ക് എക്സ് കിലോ കിട്ടണമെന്നുണ്ടെങ്കിൽ 125 രൂപ ഞാൻ കൊടുക്കണം. അപ്പോൾ ഇവിടെ എക്സ്പെൻഡിച്ചർ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. എക്സ്പെൻഡിച്ചർ ചേഞ്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ 100ന്റെ സാധനം 125. കൺസപ്ഷൻ എന്താവും? ഇതിൻ്റെ റിവേഴ്സ് ആവും. എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രൈസിൻ്റെ കൺസപ്ഷൻ്റെ റേഷ്യോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതാണ് നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ സാധനം കൂടെ വന്നു. എക്സ്ട്രാ സാധനം വരുന്ന ഇതാണ് സ്മോൾ ചേഞ്ച് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ലൈവ് മോക്കിൽ വരുന്നത്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ടാക്കിൾ ചെയ്യേണ്ടത്. അതിന് കൺസെപ്റ്റ് അറിഞ്ഞാലേ പറ്റും. ഇപ്പോൾ 100ന്റെ സമയത്ത് നേരത്തെ എക്സ് കിട്ടുമായിരുന്നു. ഇപ്പോൾ 125 രൂപ കൊടുക്കണം എക്സ് കിലോ കിട്ടാൻ വേണ്ടി. പക്ഷേ ഇവിടെ പറയുന്നത് എന്താ? ഇനി കൺസെപ്റ്റ് എന്താ? ഇവിടുത്തെ ക്വസ്റ്റിന് പറയുന്നത് എന്താ? ഫാമിലി എക്സ്പെൻഡിച്ചർ 10% കൂട്ടാൻ പറ്റത്തുള്ളൂ. അതായത് നേരത്തെ 100ന് ആയിരുന്നു അവരുടെ ചിലവ്, 100 രൂപയ്ക്കായിരുന്നു അവർക്ക് എക്സ് കിലോ സാധനം കിട്ടുന്നത്. ഇപ്പോൾ അവർക്ക് എത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ? 110 വരെ പൈസ കൊടുക്കാം, 110 രൂപ വരെ കൊടുക്കാം. പക്ഷേ എക്സ് കിലോ കിട്ടുമോ? ഇല്ല. എക്സ് കിലോ കിട്ടണമെങ്കിൽ 125 കിട്ടും. എക്സ് കിലോ കിട്ടണമെങ്കിൽ 125 രൂപ കൊടുക്കണം. പക്ഷെ അവർക്ക് എന്തേ കിട്ടത്തുള്ളൂ? 110 രൂപ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് അവർക്കിപ്പോൾ 110 രൂപയ്ക്കുള്ള സാധനം കിട്ടത്തുള്ളൂ. പക്ഷേ വേണ്ടത് എത്രയാണ്? 125 സാധനമാണ് വേണ്ടത്. അപ്പം നേരത്തെ വാങ്ങിയിരുന്ന സാധനം 125ന്റെ അത്രേ ഉണ്ട്. ഇപ്പം എത്രേ കൊടുക്കാൻ പറ്റത്തുള്ളൂ? 110 കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ 125 റേഷ്യോ 110 എന്ന് പറയുന്നതാണ് ഇവരുടെ കൺസപ്ഷൻ്റെ റേഷ്യോ. ഇതാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഒരു കൺസെപ്റ്റിനെ സെറ്റാക്കി അത് ഓരോ ക്വസ്റ്റ്യനിലും. അപ്പോൾ നേരത്തെ 125 രൂപ കൊടുക്കണമായിരുന്നു, ഇപ്പം എത്രേ കൊടുക്കത്തുള്ളൂ? 110 കൊടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിവിടെ കൺസപ്ഷൻ്റെ റേഷ്യോ വേണ്ടത്. പ്രൈസ് അവിടെ നിൽക്കട്ടെ, പ്രൈസ് ഇവിടെ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് അല്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു കൺസപ്ഷൻ്റെ റേഷ്യോ, അതായത് സാധനം വാങ്ങുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ 125ന്റെ കൊടുത്താലേ നമുക്ക് എക്സ് കിലോ കിട്ടത്തുള്ളൂ. അപ്പം നേരത്തെ എക്സ് കിലോ കിട്ടാൻ വേണ്ടി, നേരത്തെ സാധനം തന്നെ കിട്ടാൻ വേണ്ടി 125 രൂപ കൊടുക്കണം. അല്ലെങ്കിൽ 125 രൂപയുടെ സാധനമാണ് എക്സ് കിലോ എന്ന് പറയുന്നത്. ഇപ്പം 125 രൂപയുടെ സാധനം ഉള്ള സ്ഥലത്ത് ഇപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും? 110ന്റെ സാധനം അവർക്ക് വാങ്ങാൻ പറ്റും. അത് നേരത്തെ കിട്ടിയിരുന്നത് ഇതാണ് ഇനിഷ്യൽ, ഇപ്പം കിട്ടുന്നത് ഫൈനൽ. അപ്പോൾ നേരത്തെ 125 രൂപയുടെ സാധനമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അതായത് ഇപ്പോഴത്തെ കേസ് വെച്ചിട്ടാണ്, പ്രൈസ് മാറിയതനുസരിച്ചാണ്. നേരത്തെ 125 രൂപയുടെ സാധനമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പക്ഷേ എത്രേൻ്റെ വാങ്ങാൻ പറ്റും? 110ന്റെ സാധനമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 25:22. ഇനി ഇതിനകത്ത് മാഗ്നമെൻ്റർ മെത്തേഡ് വരും, കാണിച്ചാൽ 25:22. ഇതിൻ്റെ അർത്ഥം എന്താ? നേരത്തെ 25 യൂണിറ്റ് ആയിരുന്നു അവൻ്റെ കൺസെപ്ഷൻ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എത്രയേ ഉള്ളൂ? 22 യൂണിറ്റേ കൺസെപ്ഷൻ ഉള്ളൂ. അപ്പോൾ നേരത്തെ കൺസെപ്ഷനാണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത് 40 കിലോഗ്രാം. അപ്പോൾ ഇവിടെ പറയാം 25ന്റെ കറസ്പോണ്ടിങ് എന്ന് പറയുന്നത് 40. ഇപ്പോഴത്തെ ഇഫ് ദെയർ കൺസെപ്ഷൻ വാട്ട് ഈസ് എ ന്യൂ കൺസെപ്ഷൻ ഇതാണ്. അപ്പോൾ 40 ഇനിഷ്യൽ കൺസെപ്ഷൻ എങ്കിൽ 22ന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതൊക്കെ ഓർഡർ പഠിച്ചു വന്നാലേ പറ്റത്തുള്ളൂ. എന്ത് ചെയ്യും? എക്സാമ്പിൾ കാണിച്ചാണ്. ഇപ്പോൾ 25ന്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത് 40, നമുക്ക് 22ന്റെ വാല്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 5 ഇവിടെ 8, 22 × 8/5 ആണ് നമുക്ക് വേണ്ടത്. മേളിൽ താഴെ 2 കൊണ്ട് വെച്ചാൽ ഇത് 10 വരും. ഇവിടെ 16 × 22, 16 × 22 എത്ര? 320, 32, 352, 352/10, 35.2 കിലോഗ്രാം. അത് നേരത്തെ 40 കിലോ വാങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എത്ര വാങ്ങാൻ പറ്റത്തുള്ളൂ? ഇതിന് ആൻസർ 35.2 കിലോഗ്രാമേ വാങ്ങാൻ പറ്റത്തുള്ളൂ. ഇനി ഈ ഒരു സാധനമാണ് കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റിനെ നമ്മൾ മാഗ്നമെൻ്റർ മെത്തേഡിലോട്ട് മാറ്റുന്നതാണ്. ഇവിടെയും പറയും മാഗ്നമെൻ്റർ മെത്തേഡ് പവർ പ്ലേ ബാച്ചിലും പ്രാക്ടീസ് ബാച്ചിലും എന്തേ ചെയ്യത്തുള്ളൂ? ഇതിൻ്റെ ഫുൾ സെറ്റ് ആയിട്ടുള്ള സാധനം ചെയ്യത്തുള്ളൂ. അതായത് ഒരാൾ പഠിച്ചു കഴിഞ്ഞ ഒരാൾ എങ്ങനെ ചെയ്യണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ 25% കൂടി 10% കൂട്ടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 110, 100 നിന്ന് കൂട്ടാൻ 125, 100 നിന്ന് കൂട്ടാൻ 110. അപ്പോൾ 110 125 അത് തിരിക്കും. 125 110, 25 22, 25ന്റെ വാല്യൂ ആണ് 40, നമുക്ക് 22ന്റെ വാല്യൂ വേണം. അപ്പോൾ 25 എന്ന് പറയുമ്പോൾ 5, 5ന്റെ വാല്യൂ ആണ് നമുക്കിവിടെ 8, 22 വേണം. അപ്പോൾ 8 × 22 മേളിൽ 2 കൊണ്ട് വിളിക്കുമ്പോൾ 16 × 22. അപ്പോൾ ഇതൊക്കെ മൈൻഡിലാണ് ചെയ്യുന്നത്. അതൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആൻസർ എന്ത് കിട്ടും? 35.2. ഇങ്ങനെ ഈ ലെവലിൽ നമ്മൾ ചെയ്യും.
പക്ഷെ ഇതൊക്കെ ചെയ്ത് സെറ്റായാൽ മാത്രമേ സമയം കൊടുത്ത് ചെയ്താൽ മതി. സമയം കൊടുത്തെങ്കിലും ഒരു 2 മാസം കൊണ്ടൊന്നും നടക്കുന്ന പരിപാടിയല്ല ഇത്. സമയം കൊടുത്താൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. ഇനിയിപ്പം അടുത്ത എക്സാമിന് നിങ്ങൾ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒരു കൺസെപ്റ്റിൻ്റെയും കാര്യവും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഒരു സാധനമാണ് ഈ കാൽക്കുലേഷൻ സ്പീഡ്. അതാണ് കീ ടു സക്സസ്. കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേഷൻ ബൈ മാഗ്നാമെൻ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ഒരു 35 മിനിറ്റത്തെ ഒരു വീഡിയോ വരും. അതിൽ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അത് ജോലി കിട്ടുന്നവരെ ചെയ്യണം. നിങ്ങൾക്ക് എന്ത് ജോലി കിട്ടുന്നു അതുവരെ നിങ്ങൾ ചെയ്തിരിക്കണം. ഇപ്പോൾ കൺസെപ്റ്റ് മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതൊക്കെ എന്താണ് ഓരോ ദിവസവും ചെയ്ത് വരേണ്ടതാണ്. ചിലപ്പോൾ 6 മാസം എടുക്കാം സ്പീഡാവാൻ, ചിലപ്പോൾ 8 മാസം എടുക്കാം, ചിലപ്പോൾ 10 മാസം എടുക്കാം. ജോലി കിട്ടുന്നവരെ ചെയ്യണം. ആ സ്പീഡ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ പെൻ ഫ്രീ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ സെറ്റായാലേ നിങ്ങൾക്ക് ലൈവ് മോക്കിൽ പുതിയ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മാർക്ക് കിട്ടത്തുള്ളൂ. ചിലപ്പം ലൈവ് മോക്ക് അവർ ഇറലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിരും, നമ്മൾ പഠിക്കാത്ത ഇറലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇടും. അപ്പോൾ അത് കണ്ട് പേടിക്കേണ്ട. നിങ്ങൾ ലൈവ് മോക്ക് മാർക്ക് കുറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രം നോക്കുക. നിങ്ങൾ വൃത്തിയായിട്ട് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണോ ക്ലാസ് കണ്ടിട്ടുള്ളത്, മാക്സിമം വെറൈറ്റീസ് നിങ്ങൾ പഠിച്ച സമയത്ത് തന്നെ ചെയ്തിട്ടുണ്ടോ, പിന്നെ പ്രീവിയസ് ഇയർ ബുക്ക്. അപ്പോൾ അതിൻ്റെ അർത്ഥം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടെന്നല്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്നാലും ചെയ്യണം. കാര്യം ഞാൻ പറഞ്ഞു 25 ക്വസ്റ്റ്യനകത്ത് പാറ്റേൺ ഇടുന്നതാരാണ്, SSC ആണ്, ലൈവ് മോക്ക് ഇടുന്നവരല്ല. അപ്പോൾ ഒരു 15 to 16 ക്വസ്റ്റ്യൻസ് കൂടുതൽ, 15 to 16 പ്ലസ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ പ്രീവിയസ് ഇയർ ആയിരിക്കും. ചിലപ്പോൾ 25 ക്വസ്റ്റ്യൻ എന്തായിരിക്കും, പ്രീവിയസ് ഇയർ ഓറിയൻറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് പ്രീവിയസ് ഇയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. ഇപ്പോൾ ന്യൂ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, കൺസെപ്റ്റൂടെ സെറ്റ് ആക്കണം. നിങ്ങൾക്ക് ലൈവ് മോക്കിൽ സൊല്യൂഷൻ വേണം, അല്ലെങ്കിൽ മാർക്ക് വരണം, അല്ലെങ്കിൽ പുതിയ ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ സെറ്റ് ആവണം എന്ന് വെച്ചാൽ. ഇപ്പോൾ മാത്സ് ഇനി ഒരു കാര്യം കൂടെ ഈ വീഡിയോ തന്നെ ഞങ്ങൾ പറയാം, എങ്ങനെ നിങ്ങൾ മാത്സ് സ്പെഷ്യൽ ബാച്ച് കംപ്ലീറ്റ് ആക്കും. അപ്പോൾ മാത്സ് സ്പെഷ്യൽ ബാച്ച് കംപ്ലീറ്റ് ആക്കാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഓർഡറിൽ, ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഓർഡറിൽ ക്ലാസ് കാണുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് കാണുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഒരു ക്ലാസ് ഡീറ്റെയിൽ സമ്മിൻ്റെ ക്ലാസ്, അല്ലെങ്കിൽ ഞാൻ റേഷ്യോ പ്രൊപ്പോർഷൻ്റെ ഫസ്റ്റ് ക്ലാസ്, റേഷ്യോയുടെ ഫസ്റ്റ് ക്ലാസ് ആണ് നിങ്ങൾ കാണുന്നതെന്ന് വെച്ചോ. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്തു, ആ ഒരു അരമണിക്കൂറിൻ്റെ ക്ലാസ് എന്ന് വെച്ചോ. ഫസ്റ്റ് നിങ്ങൾ ആ അരമണിക്കൂറിൻ്റെ ക്ലാസ് വൃത്തിയായിട്ട് കണ്ടു. അപ്പോൾ വൃത്തിയായി കണ്ടു. ഈ കാണുമ്പോൾ എന്ത് ചെയ്യണം, കാര്യം മനസ്സിലാക്കണം. എന്തെങ്കിലും കാര്യങ്ങൾ എഴുതി നോക്കണമെങ്കിൽ റഫ് പേപ്പറിൽ എഴുതി നോക്കണം. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒന്നും നോട്ടിൽ എഴുതണ്ട. നിങ്ങൾക്ക് ക്ലാസ് നോട്ട് തരുന്നുണ്ട് ടെലിഗ്രാം ചാനലിൽ. ആ ക്ലാസ് നോട്ട് പ്രിൻ്റ് എടുത്ത് അത് വായിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ മാത്രം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ക്വസ്റ്റ്യൻ മാത്രം യൂട്യൂബിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇമേജ് ടു PDF എന്ന് പറയുന്നത് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അത് PDF ആക്കി ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടുള്ളൊരു PDF സെറ്റ് ആക്കാം. അതൊക്കെ നിങ്ങളുടെ യുക്തി പോലെ ചെയ്യുക. അപ്പോൾ ആ ഒരു കാര്യം റഫ് പേപ്പറിൽ നിങ്ങൾ വൃത്തിയായിട്ട് കണ്ട് മനസ്സിലാക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, മനസ്സിലാക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻസ് എടുത്ത്, ഒന്നെങ്കിൽ നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് എടുത്ത ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ ആ ക്ലാസ് നോട്ട് എടുത്തിട്ട് അന്ന് ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻ, ആ ക്ലാസ് ചെയ്യിപ്പിച്ചതെല്ലാം സ്വന്തമായിട്ട് സെൽഫായിട്ട് ചെയ്യണം. ആ സെൽഫായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡൗട്ട് വരും, ചിലപ്പം ചില ക്വസ്റ്റ്യൻസ് കിട്ടത്തില്ല, ആ എഴുതിയിരിക്കുന്ന ചിലപ്പോൾ മനസ്സിലാവത്തില്ലെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്നുകൂടി റെഫർ ചെയ്യണം. അങ്ങനെ ഇതിനാണ് 3 സ്റ്റെപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ കാണുമ്പോഴാണ് നിങ്ങൾ ഒരു ക്ലാസ് കാണുന്നത്. റേഷ്യോ ക്ലാസ് 1 കംപ്ലീറ്റ് ആയെന്ന് പറയുന്നത് ഇപ്പോഴാണ്. എന്നിട്ട് മാത്രമേ റേഷ്യോ 2 പോകാറുള്ളൂ. ഇപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഷെഡ്യൂൾ വരെ തന്നിട്ടുണ്ട്, ഓരോ ക്ലാസ് ഇപ്പോൾ കാണണം. എന്നിട്ട് മാത്രമേ റേഷ്യോ 2 ഇതേപോലെ 3 സ്റ്റെപ്പ്. അപ്പോൾ ഇത് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല. കാര്യം കുറേ പോകുമ്പോൾ ചിലപ്പോൾ റേഷ്യോയുടെ 10ാമത്തെ ക്ലാസ്, അല്ലെങ്കിൽ റേഷ്യോയുടെ 30ാമത്തെ ക്ലാസ് ആയിരുന്നെങ്കിലും, അപ്പോൾ ചിലപ്പോൾ റേഷ്യോയുടെ 1ാമത്തെ ക്ലാസ് നിങ്ങൾ മറന്നുപോയി കാണും. അപ്പോൾ നമുക്ക് ഈ റേഷ്യോയുടെ 30ാമത്തെ ക്ലാസ് കാണുന്ന ദിവസം നിങ്ങൾക്ക് തലേന്നുള്ള, അതായത് 29 ക്ലാസ് വരെ നമുക്ക് ഒറ്റയടിക്ക് റിവൈസ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ആ ഒരു ദിവസം മൊത്തം എടുക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് കണ്ടിന്യൂസ് ഓർ ഡെയിലി ആയിട്ടുള്ള ക്ലാസ് നോട്ട് റിവിഷൻ. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിങ്ങളടുത്ത്, ഞാൻ ക്ലാസ്സിൽ ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം, അല്ലെങ്കിൽ വെറൈറ്റീസിൻ്റെ എണ്ണം. അപ്പോൾ അത്രയും ഞാൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ പ്രീവിയസ് ഇയർ ബുക്കൊന്നും ഇതിൻ്റെ കൂടെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അവസാനം എല്ലാം കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പിനാക്കിൾ ചെയ്താൽ മതി. നിങ്ങൾ ഈ ക്ലാസ്സോട്ട് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ മതി. എല്ലാ ടൈപ്പ് അതിൻ്റെ കൂടെ ഈ ഒരു ഞാൻ എന്തൊക്കെ ക്ലാസ് നിങ്ങൾക്ക് തരുന്നു അത് കണ്ടാൽ മതി. അതിനകത്ത് എല്ലാം ഉണ്ട്. ഒറ്റ കാര്യമുള്ളൂ, ക്ലാസ് ഞാൻ നിങ്ങൾക്ക് തരുന്ന സമയത്ത് നിങ്ങളത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. മാത്സ് സ്പെഷ്യൽ ബാച്ച് പഠിക്കുന്നവർ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ക്ലാസ് നോട്ടിൻ്റെ റിവിഷൻ. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ ക്ലാസ് കണ്ടു. ഫസ്റ്റ് ഡേ കാണുമ്പോൾ എനിക്ക് റിവൈസ് ചെയ്യാനുള്ള ഒന്നുമില്ല. നിങ്ങൾ ഈ 3 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. സെക്കൻഡ് ഡേ കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഡേ തൊട്ടുള്ളതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. സ്റ്റാർട്ടിങ് ക്ലാസ് മുതൽ ചിലപ്പോൾ ഡിഗ്രി സമാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റേഷ്യോ പ്രൊപ്പോർഷൻ ഉള്ളാവാം. ഇപ്പോൾ രണ്ടാമത്തെ ഡേ ആകുമ്പോൾ നിങ്ങൾ ഫോണിൽ എന്ത് ചെയ്യുക, നമുക്ക് ഒരുപാട് സമയം റിവൈസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. 30 മിനിറ്റ് ടൈമർ ഇടുക. അപ്പോൾ നിങ്ങൾ ഏത് ക്ലാസ് ആണോ ഇതുപോലെ തീർത്തത്, അതായത് 3 സ്റ്റെപ്പ് ലേണിംഗ് തീർത്തത്, അപ്പോൾ ആദ്യം മുതൽ എടുക്കുക. അപ്പോൾ 30 മിനിറ്റിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എത്ര ചെയ്യാൻ പറ്റും ക്ലാസ് നോട്ട് എടുക്കുക. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ക്ലാസ് നോട്ട് സെൽഫായിട്ട് ചെയ്യുന്ന ആ പരിപാടിയാണ് റിവിഷൻ എന്ന് പറയുന്നത്. റിവിഷൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ എടുത്ത് വായിക്കുക എന്നുള്ളതല്ല, കൺസെപ്റ്റ് വായിക്കുക, ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതെന്ത് ചെയ്യണം, ഡെയിലി ഇങ്ങനെ 30 മിനിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇപ്പം നിങ്ങൾ ചെയ്തു പോയി. അപ്പോൾ ചിലപ്പം ഫസ്റ്റ് ഡേ ചെയ്തപ്പോൾ റേഷ്യോയുടെ ഇപ്പോൾ ഞാൻ ഇവിടെ എത്തി, റേഷ്യോയുടെ 30ാമത്തെ ക്ലാസ് എത്തി. ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണെന്ന് വെച്ചോ. അപ്പോൾ റേഷ്യോയുടെ നിങ്ങൾ ഇപ്പോൾ 3 ക്ലാസ്സാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് റേഷ്യോയുടെ ഫസ്റ്റ് ക്ലാസ് തീർന്നേ ഉള്ളൂ, രണ്ടാമത്തെ പകുതി ആയതേ ഉള്ളൂ ഫസ്റ്റ് ദിവസം.
അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഡേയിൽ എന്ത് ചെയ്യണം? സെക്കൻഡ് ഡേയിൽ ഇതിന്റെ വഴിക്ക് പൊക്കോട്ടെ, ക്ലാസ് കാണുന്ന അതിന്റെ വഴിക്ക് പൊക്കോട്ടെ. റിവിഷൻ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആണ്. സെക്കൻഡ് ഡേയിൽ എന്ത് ചെയ്യണം? എവിടെയാണോ നിങ്ങൾ നിർത്തിയത് അതിൽ നിന്ന് ബാക്കി ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ദിവസം റേഷ്യോയുടെ 3 ക്ലാസ് പകുതി ആവത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്ത ദിവസം അടുത്ത ക്ലാസ് കണ്ടുപോവാം. അടുത്ത 3-ാമത്തെ ദിവസം എന്ത് ചെയ്യണം? നിങ്ങൾ ഇവിടുന്ന് എവിടെയാണോ നിന്നത് അവിടുന്ന് തുടങ്ങും. ഇപ്പോൾ ചില സമയങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ റേഷ്യോ 30 ആകുമ്പോഴത്തേക്കും നിങ്ങൾ റിവിഷൻ ചിലപ്പോൾ എന്ത് ചെയ്യും? റേഷ്യോ 30 കഴിഞ്ഞു പോകും. റിവിഷൻ ഡേയിൽ നിങ്ങൾ റേഷ്യോ 30 കഴിഞ്ഞു പോകും. ഇനി ഫ്രണ്ടിലോട്ട് കാണാൻ റിവൈസ് ചെയ്യാൻ സാധനമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും ബാക്ക് ടു റേഷ്യോ 1 വരണം. അപ്പോൾ ഇങ്ങനെ ഇതൊരു സൈക്കിളായിട്ട്, ഈ റിവിഷൻ ഇങ്ങനെ ഒരു സൈക്കിളായിട്ട് പോകണം. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിവിഷൻ എന്ത് ചെയ്യണം? വേറൊരു സൈക്കിളായിട്ട് പോകണം, ക്ലാസ് വേറൊരു സൈക്കിളായിട്ട് പോകണം. അങ്ങനെ ആ റിവിഷനും ക്ലാസ്സും ഇങ്ങനെ പൊക്കോണ്ടിരുന്നാൽ ഇതേപോലെ കംപ്ലീറ്റ് ആക്കി സമയം എടുക്കുന്ന പരിപാടിയാണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇത് വേറെ എവിടെയും കിട്ടത്തുമില്ല ഇങ്ങനെ. ഇത് സമയം എടുക്കും. സമയം എടുത്താലേ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ റിവിഷനും സെറ്റ് ആവും. റിവിഷൻ നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ ഈ റിവിഷൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആ റിവിഷൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഓരോ ക്ലാസ്സുകളിലൂടെ ഇങ്ങനെ കടന്നു പൊക്കോണ്ടിരിക്കും. കുറേ നാൾ കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ ഫസ്റ്റിലോട്ട് വരും. ഇപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ രണ്ടാമത്തെ റിവിഷനൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് റേഷ്യോ ചാപ്റ്റർ മൊത്തം തീർക്കാൻ പറ്റും. അപ്പോൾ അതിനാണ് റിവിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്ത സ്ഥാനത്തെ വീണ്ടും സ്പീഡ് ചെയ്യുന്നതിനാണ് റിവിഷൻ എന്ന് പറയുന്നത്. ചെയ്ത് നോക്കണം സ്വന്തമായിട്ട്. ഇങ്ങനെയാണ് മാത്സ് സ്പെഷ്യൽ ബാച്ച് കംപ്ലീറ്റ് ആക്കേണ്ടത്. പിന്നെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ഡൗട്ടായിരുന്നു, ഈ മാത്സ് സ്പെഷ്യൽ ബാച്ചിൽ ഞാൻ പറഞ്ഞു ക്ലാസ്സോട്ട് മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ കുറേ പേര് പറയുന്നത് ക്ലാസ് കണ്ടിട്ട് എന്ത് ചെയ്യണം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അത് എങ്ങനത്തുള്ള ക്ലാസ്സാണ്? ഞാൻ ആദ്യം പറഞ്ഞ ടൈപ്പ് ക്ലാസ്സാണ്. 40 ക്വസ്റ്റ്യൻ 50 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഒരേ വെറൈറ്റി ഒരേ സാധനം തന്നെ ഒരു 10 ഒരേ മോഡൽ തന്നെ കാണും, ഒരു 5 വേറൊരു മോഡലാണോ 5 അല്ലെങ്കിൽ 3 അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകളാണ് കാണുന്നതെങ്കിൽ പ്രീവിയസ് ഇയർ ബുക്ക് ചെയ്തേ പറ്റും. പക്ഷെ എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഈ മാത്സ് സ്പെഷ്യൽ ബാച്ച് പറഞ്ഞതിനകത്ത് എന്താണ്? എല്ലാ ടൈപ്പും ഉണ്ട്, എല്ലാ വെറൈറ്റിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് സെറ്റായി കഴിഞ്ഞാൽ, അപ്പോൾ ആദ്യത്തെ റേഷ്യോ പ്രൊപ്പോർഷൻ, ആദ്യത്തെ 20 ക്ലാസ് റേഷ്യോ പ്രൊപ്പോർഷൻ, LCM SCF പെർസെൻറ്റേജ്, ഇത്രയും നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾ അരിത്തമെറ്റിക് സ്ട്രോങ് ആവത്തുള്ളൂ. ഇത് ഇത്രയും കണക്റ്റഡ് ആണ്. റേഷ്യോ പ്രൊപ്പോർഷൻ മാത്രം കണ്ടിട്ട് നിങ്ങൾക്ക് അതിൽ എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇത് നോക്കുമ്പോൾ മനസ്സിലാവും. പെർസെൻറ്റേജ് അറിയാതെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. പെർസെൻറ്റേജ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ റേഷ്യോ അറിയാതെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ചാപ്റ്റേഴ്സ് തെറ്റാവാതെ നിങ്ങൾക്ക് ഒരിക്കലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ അരിത്തമെറ്റിക് ഫുൾ എൻ്റെ ക്ലാസ് ഇതേപോലെ കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾ പിനാക്കിളോ എന്തുകൊണ്ടും എടുത്ത് ചെയ്തു. പിനാക്കിൾ ചെയ്താൽ മതി. വെറുതെ ടെലിഗ്രാം ഗ്രൂപ്പ് ഒന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ അത് കുറേ പേര് അത് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുക. പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുക. ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം, മെയിലായിട്ട് ചോദിക്കാം ഗൈഡൻസിന്. ഓക്കെ, മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പർഷിപ്പ് ജോയിൻ ചെയ്താൽ മതി നമ്മുടെ യൂട്യൂബ് ചാനലിൽ. ഓക്കെ, അപ്പോൾ ബൈ.